ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കർണൂലൊക്കെ കഴിഞ്ഞു ബാംഗ്ലൂർ റൂട്ടിൽ ഒരു വിശേഷമായിട്ടാണ്. ഞാനിവിടെ പ്രതീക്ഷിക്കാതെ ഒരു സംഭവം കണ്ടു. അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടാവും ഒരു ഹോട്ടൽ. ആ ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കർണൂൽ ഫെസ്റ്റ് എയർബസ് റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു ഏതായാലും ഞാൻ നിങ്ങളെന്നെ അത് കണ്ടു നോക്ക്. ഇറ്റ് ഈസ് ടൈം ടു സെലിബ്രേറ്റ് ന്യൂ ഇയർ ഫ്ലൈങ്. ഹലോ ബൈ, നമസ്കാരം. ഓപ്പണാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പീസാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഒറിജിനൽ ഫ്ലൈറ്റാണെന്നാണ് പറഞ്ഞത്. ഇതൊരു റെസ്റ്റോറൻറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലൈറ്റ് പീസാക്കി കൊണ്ടുവച്ചിട്ട് ഇവിടെ അസംബിൾ ചെയ്തതാണെന്ന് പറഞ്ഞത്, പഴയത് ഫ്ലൈറ്റ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ കർണൂലിലെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റാണെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് ഇവിടുത്തെ എൻട്രി ചെയ്യുമ്പോഴുള്ള ബോർഡിംഗ് പാസ്, അത് എൻട്രി പാസ്സാണ്. ഇത് ബോർഡിംഗ് പാസ് പോലെ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴുള്ള പോലെ തന്നെ ഒരു ബോർഡിംഗ് പാസ് തരും. അപ്പോൾ നമ്മൾ 100 rupees അവിടെ ചാർജ് ചെയ്തിട്ട് വേണം ഇവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടുത്തെ മെനു ആണ്. അപ്പോൾ പലതരം ഫുഡും ഉണ്ട്, എല്ലാതരം ഫുഡും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ഹൈദരാബാദി മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതിന് വരുന്നത് ഏകദേശം മട്ടൺ ബിരിയാണി ഫുൾ 460 വരുന്നത്. അപ്പോൾ 460 rupees ആണ് ഹൈദരാബാദി മട്ടൺ ബിരിയാണി ഫുള്ളിൻ്റെ പ്രൈസ്. പിന്നെ സിംഗിൾ ഉണ്ട്, അത് 279 ആണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡിംഗ് പാസ് എടുത്ത പൈസ നമ്മൾ 100 രൂപ നമുക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം പേ ചെയ്യുമ്പോൾ ആ 100 രൂപ അതിൽ നിന്ന് മൈനസ് ചെയ്ത് തരുന്ന പറഞ്ഞത്. അപ്പോൾ ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോകുന്ന പോലെ, സാധാരണ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിനകത്തേക്ക് പോകുന്ന പോലെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനിയിപ്പോൾ അതും കൊണ്ട് നേരെ ഫ്ലൈറ്റിലേക്ക് പോകാം. എവിടെയാണ് എൻ്റെ എൻട്രൻസ് എന്നറിയില്ല കയറേണ്ടത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണുന്നത്. ഫ്ലൈറ്റൊക്കെ സാധാ ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെയാണ്. എൻജിനൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ അകത്ത് വേറെ ഒരു എൻജിൻ റൂം മാത്രമേ ഉണ്ടാവും തോന്നുന്നു. വീലൊക്കെ ഉപയോഗിച്ച വീല്. എൻജിനില്ല. എൻജിൻ്റെ അകത്ത്, എൻജിൻ റൂമിൻ്റെ അകത്ത് എൻജിനില്ല. എൻജിനൊക്കെ ഊരി മാറ്റിയിട്ടുള്ളത്. വെറും കാലി ഡമ്മിയാണ്. വീലൊക്കെ ഉണ്ട്. ലാൻഡിങ് ചെയ്തിട്ടുള്ള ആ ഒരു പൊസിഷൻ തന്നെയാണ് ഉള്ളത്. ഇപ്പം എൻട്രൻസ് എവിടെയാണെന്ന് അറിയില്ല. ഡിപ്പാർച്ചർ ഇവിടെയാണെന്നത് പോകേണ്ടത് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. ജീപ്പും ഒരു കാറൊക്കെ ഉണ്ട്, പോലീസ് ജീപ്പും. അതാ പുറകിലേക്ക് കൂടി ഫുഡ് കൊണ്ടുവരുന്ന സെർവ് ചെയ്യാൻ വേണ്ടി വരുന്ന വഴിയാന്ന് തോന്നുന്നുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവിടത്തേക്ക് വരേണ്ട വഴി. കുറച്ച്. ഹലോ സർ. Yes, sir. Hi, good sir. I'm good. You? What's your name? Amir Ansari. Amir Ansari. Yes. Where are you from? Here? This is UP. Oh, UP. Yeah. My name is myself Shahjahan. Okay. From Kerala. Okay. Okay. Nice to meet you here. That is general manager. Sorry? मैं मैनेजर हूँ यहाँ का. Oh, you're manager. Yeah. Okay, okay. Nice to meet you anyway. Thank you sir. Okay. Please come your seat sir. Thank you. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് ഇവിടെ വാഷ്റൂം. ഇവിടെ താഴെയാണ്. അവിടുന്ന് കൈയൊക്കെ കഴുകിയിട്ട്. ഓക്കെ. ഇതുവഴിയാണ് മുകളിലേക്ക് എൻട്രൻസ് ഉള്ളത്. ഇവിടുന്ന് പോകേണ്ടത്. നല്ല സെറ്റപ്പാക്കിയിട്ട് ഇവർ എല്ലാം കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആഹാ, ഇവിടെ ഒരു ഓപ്പണായിട്ടുള്ളൊരു ഏരിയ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അഥവാ അതിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നായിരിക്കും ആ ഫുഡ്. ये जो जगह उधर फुल हो गया तो कैसे? ओपन रेस्टोरेंट है, कस्टमर यहाँ पे बैठना चाहता तो यहाँ भी बैठ सकता है. हाँ,
हम यहाँ पे भी उनको डिनर या लंच करा सकते हैं. ओ इधर भी कर सकते हैं. Yes, sir. ओके, प्राइस तो डिफरेंट नहीं Same है, बिल्कुल सेम same. सेम है. अगर उधर नहीं चाहिए तो इधर कर सकते हैं. हाँ sir. अगर फ्लाइट के अंदर चाहिए तो फ्लाइट के अंदर कर सकते हैं. ओके ओके. आइए sir. ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അപ്പം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജർ മാത്രമേ ഉള്ളൂ. ഇവിടെ ആളുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൻ്റെ പൈലറ്റിൻ്റെ റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ ये सब ओरिजिनल है ना? यस सर, सब कुछ ओरिजिनल है जो प्लेन के अंदर होता है. हाँ एंड ऑक्सीजन वगैरह भी सब कुछ अवेलेबल है सर हमारा. हाँ. आप लगा के देख सकते हैं. ओके. Sunglasses भी है. अच्छा. आप बैठेंगे लगाएंगे तो मैं आपका हाँ. वीडियो शूट करूंगा. ओके. यस सर. ओके. ये कैसे डालते हैं? यस सर, ये कौन सा वाला? ये वाला ये वाला? दोनों है सर, ये कोई सा भी आप लगा सकते हैं. ओके. या सर. ये ऑक्सीजन है. यस सर. अभी ऐसे बोलेंगे ऐसा जी जी जी. ऐसा है ना. यस यस. ये सब ओरिजिनल, सब कुछ ओरिजिनल है. पूरा प्लेन ओरिजिनल है सर. ये जो प्लेन के अंदर होता है चलाने वाले हाँ. हमारे पायलट्स, वो सब कुछ इसके अंदर है, वो ओरिजिनल है पूरा. ये भी डाल के क्या फायदा है इसमें? ये तो सर ऐसे ही बच्चों को एंजॉय करने के लिए हाँ, हाँ. और अपना लगा हुआ है. एसी साथ में ही आया था, हमने उसको नहीं किया कुछ. अच्छा अच्छा अच्छा. आप लोग इधर ही रखा है? इधर ही रखा हुआ है अच्छा हो गया इधर आपको. क्योंकि इसको हम इसका 50 रुपीज चार्जेबल करते हैं सर, हाँ हाँ. इसके अंदर अलाउड करने के लिए. तो हमारी जैसे आप आए हैं, आप वीडियोस बना रहे हैं, आप Okay. वीडियोस आगे डालेंगे तो आप लोगों का तो इम्पॉसिबल हमारे लिए फ्री है. हाँ सही है. वो जनरल आएगा ना इधर. यस 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 सर. वही देखिए तो यूट्यूब में आएगा. जी 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 सर. ओके. अभी फूड का देखिएगा. यस सर, आई श्योर. ഓക്കെ. ഇവിടെ അല്ല ഒരുപാട് ഫാമിലീസ് ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ അവരൊക്കെ എൻജോയ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പറയിലാണ് അവിടുത്തെ സെർവിങ് റൂം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സെയിം. ഹലോ हेलो सर. ഇവിടെ ഇതിൻ്റെ किचन काउंटर फूड बैक एरिया होता है हमारा. हाँ बैक एरिया है. उधर वो किचन है ना. ये किचन. ഉദർ സെ ഓ കിച്ചണിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവർ റെഡിയാക്കിയിട്ട് ഇവരിന്ന് സെർവ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് തന്നെ നമുക്ക് ബെയിലി വണ്ണിൻ്റെ 1 ലിറ്ററിൻ്റെ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനുശേഷം മെനു. നമ്മൾ ആ വെള്ളം തണുപ്പില്ലായിരുന്നു. അപ്പോൾ ആ വെള്ളം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായി. കുറച്ച് തണുപ്പുള്ള വെള്ളം തന്നെ ഓർഡർ ചെയ്തിട്ട് അവർ നല്ല തണുപ്പുള്ള വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്തത് ഹൈദരാബാദി മട്ടൻ ബിരിയാണിയാണ്. അതെങ്ങനെയുണ്ടോ ടേസ്റ്റ് ചെയ്യാം. അപ്പം ബിരിയാണി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹൈദരാബാദി മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ആക്ച്വലി ഇത് ഫുൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു 2 പേര് 3 പേർക്ക് കഴിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് 4 പീസുള്ള ഒരു ഓർഡർ കൊടുക്കിയത്. അപ്പോൾ അതന്നെ ഒരുപാടുണ്ടെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. അതിൻ്റെ കൂടെ ഇപ്പം സലാഡ്സ് ഉണ്ട്. പിന്നെ ഏതൊരു മട്ടൻ തന്നെ ഗ്രേവിയാന്ന് തോന്നുന്നുണ്ട് കാണുമ്പോൾ. പിന്നെ റൈത്ത ഉണ്ട്. റൈത്ത. അപ്പം ഞാൻ കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ബസ്മതി അരിയാണ്, നല്ല നീളമുള്ള.
ഷെഫ് ഹൈദരാബാദിൽ നിന്നാണ് പറഞ്ഞത്. സ്ഥലം ഇത് ഇപ്പൊ ആന്ധ്രയിലാണെങ്കിലും കർണൂൽ എന്ന സ്ഥലം ആന്ധ്ര തെലങ്കാന ബോർഡറാണ്. അപ്പൊ ഇത് മുമ്പ് തെലങ്കാനയൊക്കെ ആന്ധ്ര ആയിരുന്നല്ലോ. അപ്പോ ഷെഫ് ഇപ്പം ഇവിടുത്തെ ഷെഫ് മെയിൻ ഹൈദരാബാദിലെയാണ്. അപ്പോൾ ഹൈദരാബാദ് സ്റ്റൈലിൽ തന്നെയാണ് അവരെ ഹൈദരാബാദ് ബിരിയാണി തന്നെയാണ്. പക്ഷെ സ്ഥലം ആന്ധ്രയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം ഉപ്പ് കുറവുണ്ടോ സംശയമുണ്ട്. മസാലയൊക്കെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്രക്ക് അങ്ങോട്ട് സംഭവമായിട്ടില്ല. കാരണം ഞാൻ ഹൈദരാബാദിന് മുമ്പ് ഒരു പ്രാവശ്യം ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിരുന്നു. അപ്പോൾ അല്ല ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് ബിരിയാണി കഴിച്ചപ്പോൾ പക്ഷെ എരിവുണ്ടാവും ഈ ഹൈദരാബാദ് ബിരിയാണിക്ക്. അതാണ് പ്രശ്നം. നമ്മൾക്ക് 100% എനിക്ക് പറയാൻ പറ്റൂല. എന്നാലും ഒരു 95% ഓക്കെയാണ്. അച്ചാറില്ല പിക്കിൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നില്ല. പിന്നെ സ്പെഷ്യലായി ചോദിച്ചുകൊണ്ട് ഇപ്പൊ കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇവിടെ ഇതിൻ്റെ അകത്ത് വാഷ്റൂം ഇല്ലല്ലോ. താഴെയാണ് വാഷ്റൂമുള്ളത്. അപ്പം അവർ ഈ വെള്ളം, അതായത് ഫിംഗർ ബോൾ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊണ്ടുവന്നിട്ട് നമ്മളതിൽ കൈമുക്കിയിട്ട് കഴുകിയിട്ട് അതിനുശേഷം ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചാൽ നമ്മളെ വാഷായി ക്ലിയർ ആവും. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഈ ഹൈദരാബാദിലേക്ക് പോകുന്ന റൂട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് ഇത് ട്രൈ ചെയ്യണം. അത്ര വലിയ കോസ്റ്റ് ഒന്നുമല്ല. കൂടുതൽ ആളുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അത്രയും വില കുറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒറ്റക്കായുണ്ട് ഇത്രേ എന്താ പറയുക ആയിട്ടുള്ളൂ. ഇത്രേ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഈ ഒരു പ്ലേറ്റ് ബിരിയാണി തന്നെ എനിക്ക് ഏകദേശം ഫുള്ളായിട്ട് കുറച്ച് ബാക്കി വെക്കേണ്ട വന്നിട്ടുണ്ട്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ വയറ്റിൽ കൊണ്ടുതന്നെ കഴിക്കാൻ പറ്റും. ബില്ല് നോക്കുമ്പോൾ എന്താ പറയുക, അത്ര വലിയ പൈസ ഒന്നുമില്ല. കാരണം നമ്മളൊരു ബിരിയാണീൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 279, 4 പീസിൻ്റെ ബിരിയാണി, ഒരു വാട്ടർ ബോട്ടിൽ 30 രൂപ. അപ്പോൾ ടോട്ടൽ അവരുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 309 രൂപയായത് ടാക്സിലടക്കം. അപ്പോൾ 318 രൂപ. അതിൽ നമ്മുടെ ഒരു 100 രൂപ അവിടെ കൊടുത്തത് അവർ മൈനസ് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾക്ക് 218 രൂപ പേ ചെയ്യണം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു ഇവിടുന്ന് പുറത്തേക്ക് പോകാമെന്ന്. അപ്പോൾ ഒരുവിധ ആൾക്കാരെല്ലാം ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്, കുറേ ആൾ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ മാനേജർ ഇവിടെ ഉണ്ട്. അപ്പോൾ മാനേജറോട് നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ, गार्डन एरिया है, यहाँ पे भी हम शाम को चाहें तो ये टेबल या पार्टी वेयर कर सकते हैं. अच्छा इधर ये जगह में. अच्छा. ഇവിടെ വലിയ പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതും ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട്. അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഫംഗ്ഷൻ, ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വരെ അവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹലോ, ഹൗ ആർ യു? Fine. व्हाट्स योर नेम? नाम क्या? Mohammed Sher. मोहम्मद शेर. अच्छा शेर है. आप इधर का मेन शेफ है? जी. पहले किधर काम किया था? हैदराबाद में किया था. हैदराबाद में. कितना साल किया? 50 years हो गया. 15. Yes. मैं सोचा 50 बोलेगा तो मैं नहीं, घबरा 15 गया. years. 15. Yes. 15 साल हो गया उधर. ओके, अब इधर आके नया में हाँ, शुरू में इधर काम किया? ना 8 महीना हो गया. 8 महीना हो गया. ओके. और फैमिली सब ओके, फाइन. इधर ही है? नहीं नहीं, उधर घर में. ओके. ऑल स्टाफ दैट इज फैमिली सर. ओके. सब अपने अपने स्टेट में. ओ अच्छा, इधर कोई किसी का फैमिली नहीं है? जी. ओके. अभी इधर कस्टमर्स बहुत आ रहे हैं ना? या सर. ओके. हमारा यूट्यूब देख के भी इंशाल्लाह आएगा आदमी लोग. अगर मैं बताया था ये बेंगलुरु हैदराबाद हाईवे में बताया था, इंशाल्लाह कोई ना कोई आएगा हमारा देख के. ओके, फिर मिलेंगे. थैंक यू. ओके भाई, थैंक यू.
ഇവിടെ എനിക്കൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എൻ്റെ പുറകിലൊരു ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇപ്പോൾ താഴേക്ക് വന്ന സമയത്ത് നമ്മളിങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി റൈഡറാന്ന് പറഞ്ഞു. बाइक राइडर ओके. क्या नाम है आपका? मेरा नाम बाबूजी है। बाबूजी. किधर का है? मैं हैदराबाद का है. इधर किधर गया था? बेंगलुरु टू हैदराबाद। ओ बैंगलोर. हैदराबाद टू बेंगलुरु, बेंगलुरु टू हैदराबाद। वो ऐसा जाते हैं आते हैं. क्या है कुछ नहीं, बिजनेस अपना अपना बिजनेस. ओके ओके. क्या बिजनेस? हम फैब्रिकेशन है। फैब्रिकेशन. हाँ, तो हमारा हैदराबाद टू विजयवाड़ा, हैदराबाद टू बेंगलुरु, हैदराबाद टू जैसा लगता है ऐसा है। गुजरात में काम चलता मेरा। अच्छा अच्छा. गुजरात में चलता, हैदराबाद, अहमदाबाद में. हाँ अहमदाबाद में। अच्छा. सिद्धपुर। ओके. इधर नॉर्मली आते हैं खाने के लिए? पहले बार आया मैं। पहली बार आया. रेडी किया तो बस देखा गाड़ी बंद किया, बस थोड़ा आराम करेंगे, गाड़ी बस में जाकर मेरे को भी आराम करेंगे बस। अभी बेंगलुरु जा रहे हैं? नहीं, हैदराबाद. बेंगलुरु टू हैदराबाद। बेंगलुरु टू हैदराबाद बाइक में गया था बेंगलुरु में? हाँ भाई गया। अच्छा. अभी वापस ऐसा है, अकेला जा रहे हैं? सिंगल हर वक्त सिंगल. कौन सा गाड़ी है? क्लासिक 350 एनफील्ड बुलेट का. बुलेट का। अच्छा अच्छा. क्लासिक 350. मेरे पास तो 350 स्टैंडर्ड है. हाँ स्टैंडर्ड. नहीं, मेरा प्यार का गाड़ी है। प्यार का? वो तो बहुत इंटरेस्ट ओके. प्यार. हाँ समझ गया. प्यार का गाड़ी उसमें तो सेल्फ स्टार्ट है ना? सेल्फ स्टार्ट है। हाँ मेरे में तो किक स्टार्ट है, सेल्फ स्टार्ट नहीं है. पुराना मॉडल है लेकिन गाड़ी तो मेरा नहीं, राइडिंग बहुत इंटरेस्ट है। अच्छा. ऐसे मैं जाता हूँ अगला बस गाना, 3 फोन है, 2 आईफोन है, 1 नॉर्मल है। अच्छा. बस मूवी लगाना, हेडफोन लगाना, गाड़ी ड्राइविंग करना बस। अच्छा. जब तक मूवी खत्म हो जाएगा जब गाड़ी बंद नहीं होगा। ओ ऐसा ही है. अच्छा. एक कितना डेंजर है ना अगर ऐसा मूवी देखेगा तो. नहीं सर, कुछ नहीं, हमारा माइंड दूसरा जगह में नहीं रहेगा। हाँ. सेल्फ देना आपको बस, ओके. कंट्रोल लेना बस। 80 स्पीड, 80 से आगे नहीं जाना। हाँ. और 50 से नीचे नहीं जाना, बस 11 चलेगा। गाड़ी सेफ, आप सेफ, एंजॉय सेफ। ओके ओके. ये मारेगा 100 पे मारेगा ना, कुछ मजा नहीं आएगा। ഓക്കെ ബൈ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഈ ഫ്ലൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റും അതിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യണം, കമൻ്റ് ഇടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും മുന്നോട്ടുള്ള എൻ്റെ യാത്രയുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.